സംസാരിക്കും, പിള്ളേരുടെ കൂടെ ഇരുന്ന് അല്ലെ ഈ ഫാഷൻ ഷോയോ അങ്ങനത്തെ കുറെ സാധനങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊന്നും 2025 ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ഓൾറെഡി ഹാഫൊക്കെ ആയപ്പോഴത്തേക്കിന് ഈ പറയണത് പോലെ കുറെ അതുപോലെ ബാബുക്ക് ഇനാക്റ്റീവായി. അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഇവന്റും പരിപാടികളൊന്നും കൊണ്ടുവരാൻ ആരും ഇല്ലായിരുന്നു. സോ 2026 അപ്പം നമുക്ക് ആദ്യം ഒരു ഇവന്റ് തുടങ്ങാം, നല്ലൊരു ഇവന്റ്, ഒരു പബ്ലിക് ഇവന്റ് നടത്തണം. അപ്പാപ്പൻ്റെ ഹെൽപ്പ് എനിക്ക് അതിന് വേണം. അപ്പോൾ ഈ വട്ടം നമുക്ക് കുറച്ച് ഈ പിള്ളേരെ എല്ലാം അടിക്ക്. ഇപ്പോൾ ഇവന്മാർക്ക് നല്ല കോർഡിനേഷൻ ഉണ്ട്, സംസാരിക്കാനാണ് കോർഡിനേഷൻ ഇല്ലാത്തത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഇതാക്കാനും ഒക്കെ പറ്റുന്ന ഒരു കുറച്ച് സാധനങ്ങൾ അപ്പം നമുക്ക് കൊണ്ടുവരണം. നിങ്ങളെ മെയിനായിട്ട് കോ ലീഡറിലോട്ട് ഞാൻ ആക്കിയത് അതുകൊണ്ടാണ്. നിങ്ങൾ ഓൾറെഡി ഐജിയിൽ നിങ്ങൾ പറയണ കോൾ എല്ലാവരും കേൾക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹൈറാർക്കിയുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല. പക്ഷേ ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പാപ്പനെ കോ ലീഡറിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പാപ്പൻ ദൈവവും കൂടെ ആയതുകൊണ്ട് കുറെ ഐഡിയ ഉണ്ടാവും. ഇല്ല, പരിപാടി പൊളിഞ്ഞ ആരെങ്കിലും ഒരാളുടെ തലക്കിരിക്കണ്ടേ, അതിന് വേണ്ടിട്ടല്ലേ. അപ്പൊ വെള്ളം ഉണ്ടോ പാപ്പാ? വെള്ളം ഇല്ല, 10:45 അതിന്റെ മേലെ അത് പറഞ്ഞ അവര് ഒരു അഭിനയം. വണ്ടിക്കകത്ത് കയറുമ്പോ ഇപ്പൊ തന്നെ ഭയങ്കര അഭിനയമാണ്. അങ്ങനല്ലേ ഇതൊക്കെ. അങ്ങനെ നമ്മുടെ പിള്ളേർക്കിടയില് സംസാരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പബ്ലിക് ഇവന്റിനെക്കാട്ടിലും ബെറ്റർ നമ്മുടെ ഇടയിൽ ഒരു ഇവന്റ് പുറത്തുള്ള വണ്ടി സർവീസ് ചെയ്യാനാ. ചന്ദ്ര, ഞങ്ങള് വണ്ടി നിർത്തണം ചന്ദ്ര. എടാ പുറത്തുള്ള വണ്ടിയൊക്കെ ഒന്ന് സേവ് ചെയ്യോ നമ്മുടെ വണ്ടി. ഈ ചന്ദ്രനെ പയ്യെ കോലീഡറിൽ നിന്ന് ഒഴിവാക്കണം. ഇമ്മച്യൂരിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക്. പക്ഷെ സത്യം പറയട്ടെ, നമ്മള് ചന്ദ്രൻ എത്ര ഇമ്മച്ചുവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ ഒരു നല്ലൊരു സീരിയസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഏറ്റവും മെച്ചുവേർഡ് ആയിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തതും എനിക്ക് ചന്ദ്രനായിട്ടാണ്. മാത്രമല്ല തോന്നിട്ടില്ലത് അതൊക്കെ വെളിയിലത്തെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അല്ലേ വാസം പറ. അപ്പൊ ഈ 2026 ഞാൻ ഇനി ഒരു തുള്ളി പോലും ട്രിഗർ ആവില്ലല്ലോ. ഞാൻ 2026 ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, മനസ്സിലായേ? എന്റെ വായത് ഇനി ഒരു തെറിയോ അനാവശ്യമായിട്ട് ഞാൻ ട്രിഗർ ആവോ ഒരു പരിപാടി ഇല്ല, മനസ്സിലായേ? സത്യം നമ്മള് അങ്ങനെ ചെയ്യരുത്. ഇനി സംസാരിക്കില്ല, ഞാൻ കുറച്ച് പഴം മേടിച്ചു തരാം. വെയിറ്റ്. കാപ്പിച്ചിന്റെ ഉള്ളു കേട്ടോ, കാപ്പിച്ചിന്റെ വാങ്ങിച്ചു. അയ്യോ 150 എണ്ണം മേടിച്ചു ചേട്ടാ, അറിയാതെ. അയ്യോ, ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? ഇല്ല ഇല്ല, വേണമെങ്കിൽ 10 അടിക്കാത്തോ? ഇല്ല വേണ്ട, ആവശ്യമില്ല. അതുപോലെ ഒരുപാടുണ്ടെങ്കിൽ ഇവര് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ പോകും. ഈ വർത്തമാനമാണ് നമ്മുടെ അടുത്ത് പറയണേ. അല്ല നമ്മള് ഇത്രയും പേരെ വെച്ചിട്ട് 25 പേര് അടിക്കുക. ഒരു 10 തരാം, 15 തരാം. അപ്പൊ ഗ്യാങ് ഡ്രസ് വന്നില്ല പുതിയത്? നാളത്തേക്ക് വരും. നമ്മുടെ നാളത്തേക്ക് സോളോ ആവും മെക്കയുടെ. അത് 50 തരുന്ന പോലെ. അപ്പൊ പിന്നെ ഒരു കാര്യം ഇവിടെ, കാർണേജ് എനിക്ക് എന്റെ കസ്റ്റം വണ്ടി ആക്കി തരാൻ ഒന്ന് തരണം. അതിനൊരു നല്ല ലിവറി ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരാളെ ഒന്ന് സെറ്റ് ചെയ്ത് തരണേ. അപ്പൊ കാർണേജിന് ഒരു നല്ല ലിവറി വേണം എനിക്ക്. ഒരു ഈഗിളിന്റെ തീമിൽ ചെയ്താൽ മതി. അത് ഒത്തിരി കളർഫുൾ ആവണ്ട, ലൈക്ക് നമ്മുടെ ഹർലിനൊക്കെ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ചെറിയ, പക്ഷെ ഒത്തിരി ഫുൾ ഗ്രാഫിക്സ് വേണ്ട, ആ വണ്ടിയുടെ ഭംഗി പോകും. ഇപ്പൊ അതിനകത്ത് കാർണേജിൽ നിന്ന് അടിച്ചേക്കുന്ന തക്കടുവാന്ന് അടിച്ചേക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ചെറുത് മതി, ചെറിയ ഐഡന്റിറ്റി മതി. ആ വണ്ടി പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഭംഗി, മനസ്സിലായ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്ലാക്ക് ഗോൾഡൻ പിടിക്കാം. അല്ല, ഒരു സൈഡ് കാർണേജ് ഒന്ന് ഇരുന്നോട്ടെ, ഒരു സൈഡ് എനിക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തന്നാ മതി. ആണോ? ഓക്കേ, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കേ, ബൈ.
വണ്ടി സേവ് ആക്കാനോ? എന്തിന്? പിന്നെ എല്ലാരും വണ്ടി സേവ് ആക്കാൻ പറയണ എന്തിനാ? അറിയത്തില്ല, ചിലപ്പോ സേവ് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഈ വണ്ടി ഞാൻ വരുമ്പോഴേ വെളിയിലാണ് കിടന്നത്. അതിനെന്താ? എടാ നോക്കട്ടെ നോക്കട്ടെ. സർവീസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചേ? നിങ്ങൾ റിപ്പയർ ചെയ്യാനാണോ ഉദ്ദേശിച്ചേ? വസുവന്നെ പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കളർ തീം മാറ്റാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതല്ല നമ്മുടെ കളർ തീം. പിന്നെ നമ്മുടെ 60% ബ്ലാക്ക്, 20% റെഡ്, 20% ബ്ലൂ, അങ്ങനെയാണ് ഇപ്പൊ കറന്റ്ലി ഉള്ള ബാലറ്റ്. 50, 25, 25 ആണെന്ന് തോന്നുന്നു. ഈ 10% ആരാ ഇരുന്ന് അളന്നത്? ഇത് നിങ്ങൾ എന്താ പറയണേ? എന്താടാ? എടാ സെക്ക, നീ എന്തേലും പറഞ്ഞായിരുന്നോ റേഡിയോയില്? കണ്ടില്ലേ? എന്ത് പുറത്തുണ്ടെങ്കിൽ സേവ് ചെയ്യണം. സേവ് ചെയ്യണമെന്നോ? എന്തിനാ? വണ്ടി സർവീസ് ചെയ്യാൻ. ആ ഓക്കെ 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 ഓക്കെ. അത് അവിടെ ഇട്ടോ. ആ ഓക്കെ. സേവ് ചെയ്യാൻ. ഹലോ അണ്ണാ, പറയടാ. അണ്ണല്ലേ പറഞ്ഞ വണ്ടി നിർത്തണോന്ന്? എടാ ചന്ദ്ര, ഞാൻ വണ്ടി നിർത്തണോന്ന് ഇവിടെ ഞാൻ നിർത്തിയിട്ട് പറഞ്ഞതല്ലേടാ. ഇല്ല, അണ്ണ നിർത്തിയിട്ടല്ലേ പറഞ്ഞേ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ അത് തിരിച്ചെടുത്ത്. അപ്പാപ്പ ഞാൻ പറഞ്ഞില്ലേ ഇവന് ഇത്രയും ബുദ്ധിയുള്ള അപ്പാപ്പ. അണ്ണ ഇവിടെ നിർത്തിയിട്ടല്ലേ അണ്ണ പറഞ്ഞത് ഇവിടെ നിർത്തണമെന്ന്. എടാ മലയാളമേ, നിന്നോട് ഫാമിലി ഫ്രണ്ട്ലി. എടാ നിന്നോട് ഞാൻ പറഞ്ഞത് വണ്ടി ഞങ്ങൾ അവിടെ നിർത്തി. ചന്ദ്ര, ഞാൻ വണ്ടി നിർത്തിയേക്ക് ഞാൻ ഇപ്പൊ വരാന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, സമ്മതിച്ചേക്കാം പാപ്പ, സമ്മതിച്ചേക്കാം. വാ 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 ചന്ദ്ര, വാ. വണ്ടി ഒന്ന് ഒതുക്കി, റോഡിൽ നിന്ന് ഒതുക്കി നിർത്തണേ. വാ. അവിടെ കളച്ചു വരുവാ. ഇറങ്ങി ചന്ദ്ര, ജസ്റ്റ് ഒരു കോ-ലീഡർ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോണത്. അപ്പൊ വാറില്ലേ? വാറിന് ആള് വരട്ടെ. ആ നീ ഇറങ്ങി. ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തോട്ടെ. നമ്മുടെ എഞ്ചിൻ ഇരുന്ന് കുലുങ്ങുന്നുണ്ടാ പാപ്പാ? ഇളകി വീഴും അത്. വല്ലാത്തൊരു ഇളക്കേ, കാണുമ്പോ തന്നെ പേടിയാണ്. അടിയൊക്കെ ഓക്കെയാണ്. ചന്ദ്രൻ, ഞങ്ങളെ 2 കോ-ലീഡേഴ്സിനും അസ് എ കോ-ലീഡർ 2026 എന്ത് ചേഞ്ചസ് ആണ്? അല്ലല്ലോ, നീ കോ-ലീഡറാ. എന്താ ബുദ്ധിയില്ലേ? ഞങ്ങൾ 2 കോ-ലീഡേഴ്സ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ നീ ഒരു കോ-ലീഡറാ. അപ്പൊ പേടി. അപ്പൊ 2026 ടിവിക്ക് എന്ത് മാറ്റം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നിന്റെ പ്ലാൻ? എന്നാ ഫസ്റ്റ് മാറ്റം വരുത്താനെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ മെറ്റടിച്ചോർമാരൊക്കെ കൊന്നോളണം ആദ്യം തന്നെ. കണ്ടാ, അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലേ ലീഡർ അല്ലേ, ഞാൻ കോ-ലീഡർ അല്ലല്ലോ. നിങ്ങൾ രണ്ടുമല്ലേ കോ-ലീഡേഴ്സ്? അന്നത് വെള്ളം പോലെ സംസാരിക്കുമ്പോ ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ച ഇങ്ങനെ കുറച്ചു തരാം. ഞാൻ ലീഡർ. ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ടി വിയിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബാബുനെ നമ്മളുടെ ഉറപ്പായിട്ടും അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പോണ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അന്ന് പറഞ്ഞതുപോലെ 2025 നമ്മള് കൊറേ കമ്മ്യൂണിക്കേഷൻസ് നമ്മള് RPs നമ്മള് മിസ് ചെയ്തായിരുന്നു. അല്ല, അന്ന് 2 ദിവസം മുന്നേ എന്റെ അടുത്ത് പുറത്ത് പറഞ്ഞായിരുന്നു. ചിലപ്പോ കേട്ടില്ല. അപ്പൊ പറയാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരണം. അതിന്റേതായിട്ട് എന്താ ചെയ്യണ്ട? അതാ എന്റെ ചോദ്യം.
അണ്ണനും മണ്ടർ ഐഡിയ പറഞ്ഞല്ലേ ഇവന്റ് കൊണ്ടുവരാന്ന്. എടാ അത് ഇവന്റ് നടത്തണമെന്നാണ് പറഞ്ഞേ. അണ്ണ ഇവന്റ് നടത്തി നമുക്ക് എങ്ങനെ നടത്തി ചെയ്യാൻ പറ്റും? നമുക്ക് അറപ്പ് ചെയ്യേണ്ട ഇവന്റും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും കൊണ്ടുവരണമെന്നാ പറഞ്ഞത്. അണ്ണ ഒരു സെക്കൻഡ് ഈ റേഡിയോ ഒന്ന് ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. ആരാ? എടാ നമ്മുടെ സിറ്റുവേഷനിലല്ലേ അത് വീണ്ടും വള്ളിയാക്കല്ലേ. രണ്ട് വള്ളി ഒരുമിച്ചെടുക്കല്ലേ. അമ്മടുത്ത് എന്തോ ചോയിര്. പണ്ട് കെട്ടില്ല സത്യായിരിക്കും. പണ്ട് കെട്ടി സത്യായിരിക്കും. എന്തിനാ കൊന്നെന്ന് ചോദിച്ചോടാ. ഇത് കഴിയട്ടെ ചോദിക്കാം. കൊടുക്ക. ആ പറഞ്ഞു. കൊണ്ട് പൊക്കിപ്പിക്കാം ഓർമ്മ. ഹെലി പൊട്ടിച്ചത്തതാണോ ഇവിടെ? ഹെലി മറിഞ്ഞ സിമ്പിൾ കാര്യങ്ങളാണ്. അവന്മാരിപ്പോ വാർച്ചായിട്ട് റിപ്ലൈ ആയിരുന്നു. നമ്മൾ ഇത് ഓവർ സ്ട്രെസ് ആവുന്നതാണ് എല്ലാത്തിനുള്ള ഈ പ്രശ്നങ്ങളുടെ തുടങ്ങാം. ചന്ദ്ര ഒരു വാറ് നടക്കുമല്ലേടാ. അല്ലാണ്ട് അപ്പൊ ഇതിപ്പോ നോക്കിയാണ് ഇൻസ്റ്റ റിപ്ലൈ ആയിരിക്കും. ഞങ്ങളിപ്പോ കൊന്നില്ലെന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞ അവിടെ. ഇപ്പൊ അല്ലെങ്കിൽ വണ്ടി തെറ്റിയാണ് ഇപ്പൊ അവർ മോളി പറയുന്നു. അയ്യോ അന്നാ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മറ്റേ മെറ്റടിച്ചോ എല്ലാം കേട്ട് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് വരുവേ. TBS ആണ് കൊന്നെന്ന് ഉറപ്പാണോടാ? അവര് വണ്ടി ഇടിച്ചു വന്നാണോ? വണ്ടി അറിയാണ്ട് തട്ടി അമരില്ല അറിഞ്ഞിട്ടുണ്ടാവൂല കേട്ടാ. സംസാരിച്ചു നോക്ക്. വെറുതെ നമ്മൾ കയറി ഇതാവണ്ട. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് ചേഞ്ചസിനെ പറ്റി പറഞ്ഞുതരാം. ബുദ്ധിയുള്ള നമുക്ക് രണ്ടും കൂടെ സംസാരിക്കാം. അതാണ് നമുക്ക് സംസാരിക്കാം. എന്താ എടാ നിന്റെ ഫോണേ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിൽ വന്ന് കൊണ്ട് കുത്തിയിടരുതെന്ന്. ഇല്ല എന്റെ ഫോൺ പൊട്ടിയിട്ട് ഇപ്പൊ ഒരാഴ്ച ഇല്ല. നീ കൊണ്ട് കുത്തിയിട്ടിരിക്കുവായിരുന്നു ഒരാഴ്ച തൊട്ട് എന്റെ റൂമിനകത്താ കൊണ്ട് കുത്തിയിട്ടോണ്ടിരിക്കണം നീ. ഇല്ല അത് പോയി. ആ ഫോൺ പോയി. അത് ആരെ ഫോൺ അറിയാമോ? ബാബുവിന്റെ ഫോൺ ഉപയോഗിച്ചോണ്ടിരുന്നത്. ബാബുവിന്റെ ഫോൺ അല്ല നിന്റെ ഫോൺ തന്നെ. അലീനെ എല്ലാം അലീനെ വിളിച്ചപ്പോൾ ഞാനാണല്ലോ ഫോൺ എടുത്തിട്ട് പറഞ്ഞത് നീ ഉറങ്ങുക എന്നുള്ള രീതിയിൽ. ഇന്ന് മെനഞ്ഞാന്നും കൂടി ഞാൻ വിളിച്ചു പറഞ്ഞു. അലീനെ അടുത്തല്ലേ ചോദിച്ചു നോക്ക്. അതാണ് ബാബുവിന്റെ ഫോണിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എല്ലാം എടുത്ത് നോക്കിയായിരുന്നു. ഞാൻ നോക്കിയപ്പോഴേ പാസ്വേഡ് ഒന്നും ഇടില്ലല്ലേ ഫോണിന്. ഞാൻ എടുത്ത് നോക്കിയപ്പോഴാ 400 കോടി വന്നിട്ടുണ്ടല്ലോ പമ്പിൽ നിന്ന് എടുത്ത ഫണ്ട് എല്ലാം കൂടെ ആയിട്ട്. 400 ഫേക്ക് ആണോ? ഫേക്ക് അണ്ണനെ പമ്പിൽ പോയിട്ടെ. പമ്പിലൊന്ന് പോവാം. വാ. കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇത് പറഞ്ഞിട്ട് പോ. പോകുന്ന വഴിക്കല്ലേ. അല്ല ബസ് നമുക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നല്ലോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ഈ ലീഡർ ഒഴിച്ചിട്ട് ലീഡർ എപ്പോഴും ഒറ്റൊരാളല്ലേ പറ്റത്തുള്ളൂ. അതെ അപ്പൊ ഈ ലീഡർ ഒഴിച്ചിട്ട് ഈ പഴയ കോലീഡേഴ്സിനെ ഒക്കെ മാറ്റുന്നതിലൊക്കെ എന്താണ് വാസുവിന്റെ അഭിപ്രായം? എല്ലാത്തിനും ഒരു പുതുമയാവുമല്ലോ. അപ്പൊ പറഞ്ഞ അപ്പന്റെ ഇറങ്ങണ്ട. അപ്പൊ കേറില്ലല്ലോ. അല്ല പഴയ കോലീഡേഴ്സ് പ്രായം കൊണ്ടല്ല. പഴയ കൊല്ലിഡസ് വേണ്ടതാണ് അപ്പൊ പറഞ്ഞേ. അപ്പാപ്പന്റെ ഐഡിയയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. ഇതല്ല ഇത് ഈ കോലീഡറെ മാറ്റുന്നൊക്കെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യമാണ്. അതാണ് ബാബുവിന്റെ വാസനം പറഞ്ഞാണ് സിറ്റി കയറപ്പോ തന്നെ കിണ്ടു. അപ്പൊ നമുക്ക് ചന്ദ്ര എന്ത് ചെയ്യാൻ പറ്റൂടാ? നീ ഒന്ന് പറയടാ. എന്താ കൊണ്ടുവരണ്ടേ ഇനി? ഇതിനകത്ത് എന്തോ ഇനി നമ്മൾ ഇനി കൊണ്ടുവരുള്ളേ? കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞു ഞാൻ നമുക്ക് ഇപ്പം പിള്ളേര് സംസാരിക്കുമല്ലോ. നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിള്ളേര്. നമുക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത് നിൽക്കുന്ന ഒരുത്തിനെ പിടിച്ചങ്ങ് കെട്ടിച്ചാലോ? കല്യാണം കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല സംസാരിക്കത്തുള്ളൂ. കല്യാണം കഴിക്കുന്ന ആള് മാത്രമല്ല സംസാരിക്കത്തുള്ളൂ. നമ്മള് പന്തല് ചോറിടിയിൽ ചോറ് കൊടുക്കല് കറി വിളമ്പല് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തോ ഒരു ഇതുണ്ടാ. അങ്ങനെയാണെങ്കിൽ കിടിലം പയ്യുണ്ട്. എടാ നീ ഓൾറെഡി പെണ്ണും കെട്ടി നീ മറ്റേ ആരാണ്ട ഒരുത്തിനെ ദത്തും എടുത്ത് ഇനി കൊണ്ട് കുഴുതുവഴിയിൽ നടക്കണം. നിന്റെയൊക്കെ ഇനി എന്ത് നടത്താൻ? അല്ല ഒരു കല്യാണമായിട്ട് ഇങ്ങനെ അയ്യോ ഇനി ഒഫീഷ്യലായിട്ട് നടത്താം. വേണ്ട അത് അല്ലെങ്കിൽ നമുക്ക് ജുഗ്രുവിനെ കെട്ടിക്കാണ്. അവനെ എടുത്ത് പിടിച്ചോണ്ട് നടക്കണം കുറെ ആളായിട്ട്. പക്ഷെ ജുഗ്രുവിന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലടാ ഇപ്പഴേ. നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു അതിനെ പറ്റി. എന്റെ അഭിപ്രായത്തില് വേറൊരാളുണ്ട്. അത് മൂത്ത് മുരടിച്ചാണ്.
മൂത്താത്ത പറയപ്പോ എന്നെ അല്ലേ ഉദ്ദേശിച്ചത്. അയ്യോ, ആ മൂത്തതൊന്നല്ല, കഴിച്ചു നിൽക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മൂത്ത് മരിച്ചതെന്നല്ല ഞാൻ പറഞ്ഞത്. കഴിച്ചിരിക്കുകയാണെങ്കിൽ കീരിന്റെ ആയിരുന്നു കീരിന്റെ അറിഞ്ഞായിരുന്നാ? ഇല്ലില്ല. കീരി ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞില്ലേ, അവൾ ആരെ പ്രേമിച്ചാലും എന്റെ അടുത്ത് ഞാനല്ല, അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രേമിക്കത്തുള്ളൂന്ന്. അവള് വേറെ തന്നെ കെട്ടി ഡയറക്റ്റ്. ഡയറക്റ്റ് അറിഞ്ഞില്ലാണ്, ഈശ്വരയുടെ കാര്യമാണ്. ഇന്നലെ നെഞ്ച് തകർന്ന് നടപ്പുണ്ടായിരുന്നു. ചോദിക്കുമ്പോ ഭയങ്കര റിബലായിട്ടുള്ള ആള് സംസാരിക്കുന്നത് ഇപ്പൊ. ബ്ലൈൻഡ് റിബലായിട്ടാ. സൂപ്പർ. ആണ്, അതായത് ഭയങ്കര എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആള് കയ്യിൽ നിന്ന് പോയി കിടക്കുക. അപ്പൊ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ അവനെ പിടിച്ച കെട്ടിക്ക, അവന്റെ ആ ഒരു തീരട്ടങ്ങ്. ഇല്ലടാ, കെട്ടാൻ അവനെ കെട്ട പെണ്ണുങ്ങൾ വേണ്ടേ? പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കൊറേ പേരുണ്ടോ ഇപ്പൊ സിറ്റിയിൽ? കൊറേ പെമ്പിള്ളേരുണ്ട്, പെമ്പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവനെ കെട്ടാൻ താല്പര്യമുള്ള ഒരാൾ വേണ്ടേ? നമുക്ക് അറേഞ്ച്ഡ് ആയിട്ട് ഒരു പെണ്ണിനെ കണ്ട് സംസാരിച്ച് നമുക്ക് സംസാരിച്ച് സെറ്റാക്കി. ഞാൻ സാറ്റലൈറ്റ് വഴി അറിഞ്ഞത് എന്താണെന്നറിയോ? കീരിയെ കളഞ്ഞിട്ട് TJ ഒരു പയ്യനായിട്ടാണ് കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു. അന്ന് TJ-യിലെ മേടി കമാരം കൊണ്ടുപോയത് പോലെ ആയി പോയല്ലോ ഇത്. ഇവൻ മണ്ടനായിപ്പോ. ഇവന് അപ്പോഴേ പറഞ്ഞു, എന്നിട്ട് പറയാ ഞാൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാത്തോണ്ട് ഒരു പട്ടി കയറി ഇരുന്നോന്ന്. അല്ല, അങ്ങനല്ല കേട്ടോ പറഞ്ഞു വിഷയം. അത് വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടോ 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 നമുക്ക് നീയിലേക്ക് ഒരുങ്ങി കണ്ണൊക്കെ എടുത്തു പോയാ നമുക്ക് ഇതൊരു വാറിന് പോവാ. നീ വന്നാ 1044. ഇവ ആരെ പറ്റാൻ അവൻ ഏതോ വീട്ടിൽ നിന്ന് സഞ്ചി നിറച്ച് സാധനമില്ല, അത് പന്നിയാ ബാക്കിയിരിക്കണം. ഹണ്ടിങ്ങിന് പോയവനാ. ഞാനോർത്ത് ഒരു ചാക്ക് ഒരു പന്നീനെ പച്ചക്ക് കളിച്ചു. ഇതൊന്ന് വരുമ്പത്തേക്കും കാറിലെ എന്തൊക്കെ ഞാൻ പറയണ ഒരു കാര്യം, നമുക്ക് ഇംപ്ലിമെന്റ്, എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ അത് പറയില്ല. എന്താടാ അണ്ണാ? നമ്മൾ പറയണ ന്യൂ ഇയറിലെ നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ മുമ്പിൽ പോകുന്ന കേട്ടോ. ആണല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഈ വർഷം തീരുമ്പോ ഈ വർഷം നന്നായി വരുമെന്ന് പറഞ്ഞില്ലേ, അന്നോട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് കവടിയാർ പോലും പോകാൻ പറ്റില്ല തിരുവനന്തപുരത്ത്. അണ്ണാ ഈ വർഷം അവസാനം അണ്ണ വന്നിട്ട് കൈയടിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറയും വെള്ളൻ ചന്ദ്ര നടക്കാൻ പോണില്ല, ഒരിക്കലും നടക്കാൻ പോണില്ല. നോ വേ ബ്രോ. നമുക്ക് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് ചെയ്യണം, ചെയ്ത് കൊടുക്കണം. അപ്പാപ്പ എന്തെങ്കിലും ഐഡിയ ഉണ്ട്? അപ്പാപ്പൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക അപ്പാപ്പ ഇവന്. നമുക്ക് ചന്ദ്രനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി അല്ല. അപ്പാപ്പ ഞാൻ വേറൊരു സീരിയസ് ആയിട്ട് പറയാൻ പോവാ. ഇനി അണ്ടി ഫാക്ടറി നമ്മൾ എത്ര നാളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പെൻഡിങ് വെച്ചിരിക്കുന്ന കാര്യമാണ്. അതിലും വലിയൊരു RP വേറെ ഇല്ല, അല്ല അതിലും വലിയ നമുക്കൊരു സംരംഭം വേറെ ഇല്ല. എല്ലാരും അണ്ടി ഫാക്ടറി. അത് ജസ്റ്റ് ഒന്ന് ഇതാക്കണം ഗൈസ്. വണ്ടി അപ്പൊ ഈ വണ്ടി സേവ് ചെയ്തില്ലെന്ന് പറഞ്ഞ ഒന്നും പറ്റാൻ പോലില്ലല്ലോ. വേറെ വണ്ടി എടുത്താ പോരെ? ഇതവിടെ വെളി കിടന്നോളും ഗൈസ്, ചില്ലാവും നിങ്ങൾ. അപ്പൊ അതൊന്നും കാര്യമായിട്ട് ചെയ്ത് അപ്പൊ ഇവർക്ക് ഈ മിസ്റ്റർ എക്സിന് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പറ. ഇവിടെ സിറ്റിയിൽ വേറെ ബാങ്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 2026 ഞാൻ ഒരു റെസൊല്യൂഷൻ എടുത്തിരിക്കുന്നത് അറിയോ? മിസ്റ്റർ എക്സിന്റെ അടുത്ത് ഞാൻ ഇനി നല്ല എതിർത്ത് തന്നെ ചൂടായൊക്കെ സംസാരിക്കുള്ളൂ. ഇനി ഇവന്മാർ ഇത്രയും കാലമായിട്ട് പറ്റിച്ചോണ്ടിരിക്കണം പൈസ തരാം പൈസ തരാം. അപ്പൊ ഞാനൊരു ഗ്യാങ്ങിനൊരു സ്ലോട്ട് ഇട്ടേക്കാം. നമ്മൾ അതിനുശേഷം പിന്നെ ചോദിച്ചില്ലല്ലോ മിസ്റ്റർ എക്സിനോട്. ഞാൻ പുള്ളിയോടെ ഒന്നും കേൾക്കൂലല്ലോ. അവൻ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ആ ഹണിമൂണൊക്കെ പോയി കറങ്ങി നടക്കുക. കൈകി അവന്റെ പേരെന്തായിരുന്നു? പഠിച്ചു പിരിച്ചെന്നാകട്ടെ. അവര് ജ്യൂസായ ഓ അതിന്റെ ഡിപ്രഷനിലെ പുള്ളി.
അയ്യോ കുറച്ചു കാലം കഴിഞ്ഞ് അതാ കണ്ടോ ആ മനുഷ്യനെ പറ്റിയല്ലേ വാസുവൻ ഇപ്പൊ പറഞ്ഞെങ്കിൽ തങ്കപ്പെട്ട അങ്ങനെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്ക് വാസുവൻ. ഞാനൊരു ഐഡിയ പറയട്ടെ സാറിനാ, മുമ്പ് നീ പറയണ്ട. സീരിയസ് ആയിട്ടാണ് ഇത്. വാസുവനെ പാവം കേട്ടത് കാരണം നമുക്ക് ഈ അണ്ടി ഫാക്ടറി തുടർന്നുള്ള ആർപ്പി നമ്മുടെ ഇല്ല. പക്ഷെ അതെന്റെ എനിക്കിപ്പോ എന്റെ ഇതിലൊരു കിടിൽ ഐഡിയ വന്നു. നമുക്കൊരു കട എടുക്കാം. എന്റെ കടയില്ലേ ചന്ദ്രൻസ് കട, അവിടെ നമുക്കൊരു ഫുഡിന്റെ ഷോപ്പാക്കാം. അണ്ടി ബർഗേഴ്സ്. അതായത് നമ്മൾ അണ്ടി ഫാക്ടറി എന്ന് പറഞ്ഞാൽ അണ്ടി ഉടച്ച് തല്ലി ബർഗറിന്റെ അകത്ത് കയറി ഫില്ലിങ്സ് ഒക്കെ ചേർത്ത് കിടില സാധനം 75+ ഹെൽത്ത് കയറുന്ന രീതിയിൽ അണ്ടി ബർഗർ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നവന്മാരൊക്കെ മൂഞ്ചാൻ കളിക്കണം. നമ്മള് വലിയ ഫാക്ടറി റൺ ചെയ്യല്ലേ. അപ്പാപ്പ എന്ന് വെച്ചോ ഇതൊക്കെ വർക്കാവും അപ്പാപ്പാ? ഇല്ല റച്ചിട്ടായി. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു പോലും അതൊന്നുമില്ല. പറ്റാത്ത നമ്മൾ വെറുതെ വാഗ്ദാനം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വാസുവൻ. ഇതാണ് ആർപ്പി നടക്കുന്നത്. വണ്ടി സേവ് ചെയ്യല്ലോ. പഞ്ചട്ടിപ്പൂ അളയാ ഹാപ്പി ന്യൂ ഇയർ. നമ്മളങ്ങനെ 6ാമത്തെ വർഷത്തിലോട്ട് കിടക്കാൻ പോകണല്ലേ. അത് സേവ്